profession, expanding horizons in yoga and wellness. ഇതാണ് നമ്മുടെ മോട്ടോ. പ്രാക്ടീസ് കഴിഞ്ഞ് പ്രൊഫഷനിലേക്ക് കടക്കുകയാണ്. പ്രൊഫഷനിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത്, എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി സംസാരിക്കാൻ പറ്റുന്ന, യോഗയെ അളന്നും മുറിഞ്ഞും പഠിച്ച പ്രമുഖ വ്യക്തികളാണ് നമ്മൾ മുമ്പിൽ ഇരിക്കുന്നത്. ഞാൻ ആദ്യം അവരെ പരിചയപ്പെടുത്താം. ഡോക്ടർ രാജീവ് അവർവാര്യർ, ശ്രീ രാജീവ് അമ്പാൾ, മിസ് ആശാ ബിനേഷ്, അർജുൻ കെ ഗോപാൽ, എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ആൻഡ് പെയ്ഡ് ആഡ് സ്പെഷ്യലിസ്റ്റ്. ഇന്ന് ആരോഗ്യ ഫിറ്റ്നസ് രംഗത്തെ മുൻനിര ആപ്പുകളിൽ ഒന്നാണ് സോൾ മൈ ഹെൽത്ത്. ഇതിന്റെ ഒരു ബിസിനസ് മോഡലിനെ കുറിച്ചും എങ്ങനെയാണ് ഇത്രയധികം ആളുകളിലേക്ക് എത്തി എന്നതിനെ കുറിച്ചും ഒന്ന് പറയാമോ? Good morning. First of all, congratulations to all the people who are passing out. Solve My Health, SOLVEMYHEALTH. അതൊരു ഞാൻ ആക്ച്വലി ഇതിന് മുന്നേ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെരി ഡിഫറെൻ്റ് ആണ്. ഞാനൊരു എൻജിനീയറിങ് 2006 പഠിച്ച ഒരാളാണ്. അതിൽ നിന്ന് മാറി 2010 ഫീൽഡിലേക്ക് മാറുന്നത് തന്നെ, ഹെൽത്ത് ആൻഡ് വെൽനസ്. പിന്നെ അതിന് ഞാൻ PG ന്യൂട്രീഷൻ ചെയ്തു, PG സൈക്കോളജി ചെയ്തു, ഒരു ഡയബറ്റീസ് എഡ്യൂക്കേറ്റർ കോഴ്സ് ചെയ്തു, ഒരു ഹ്യൂമൻ ഫിസിയോളജി കോഴ്സ് ചെയ്തു. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് മാറുന്നത്. ഞാനൊരു ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് എന്നൊരു ഫീൽഡിലേക്ക് മാറുന്നത്. ഞാനിപ്പോൾ ഫീൽഡിലേക്ക് ആദ്യം വരുന്നത് ഒരു വെയ്റ്റ് ലോസ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ഓൺലൈൻ വെയ്റ്റ് ലോസ് കോച്ച് എന്നുള്ള രീതിയിലാണ് ഓൾമോസ്റ്റ് എ ഡെക്കേഡ് ബാക്ക് ഞാൻ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് ഐ ലുക്ക് റീസണബിളി ഫിറ്റ്. പക്ഷേ 10 കൊല്ലം മുന്നേ സാധാരണ ഒരു ഫിറ്റ്നസ് എക്സ്പേർട്സിൻ്റെ മുന്നിൽ ഐ കാണ്ട് ഈവൺ സ്റ്റാൻഡ്. അതായത് ഒരു ഷർട്ടൂരി 6 പാക്ക് ആപ്സ് കാണിച്ച് മസിൽസ് ഫ്ലെക്സ് ചെയ്യുന്ന ഒരു ബോഡി എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ്, എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് മെഡിക്കൽ കണ്ടീഷൻസ് മനസ്സിലാക്കി, അത് വൃത്തിയായി മനസ്സിലാക്കി, നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് 4 ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്ത് അതെന്ത് ചെയ്യണമെന്ന് പറയാനുള്ള ഒരു കഴിവ്, അതായത് വായിട്ടലയ്ക്കാനുള്ള കഴിവ് നല്ലോണം ഉണ്ട് എനിക്ക്. ഐ എം വെരി ഗുഡ് അറ്റ് കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ഞാനൊരു പുസ്തകപ്പുഴുവാണ്. ഐ എം എ പ്രൗഡ് ബുക്ക് വർം. അപ്പോൾ പുസ്തകങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി. അപ്പോൾ സാധാരണ ഒരു വെയ്റ്റ് ലോസ്, ഒരു ജിമ്മിൽ ഒരു ഫിറ്റ്നസ് കോച്ച് ചെയ്യുന്നതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിൽ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ബോധം ആദ്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇപ്പം നമ്മളൊരു ഒരു ഒരു യുദ്ധത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ വാൾപ്പയറ്റിൽ നല്ല കഴിവുള്ള ഒരാളാണെങ്കിൽ അയാളുടെ അടുത്ത് വാൾപ്പയറ്റിന് പോരുത്, തോക്കുവച്ച് വെടിവെക്കണം അല്ലേ. അപ്പോൾ ഐ നോ ഐ എം വെരി ബാഡ് വിത്ത് വാൾപ്പയറ്റ്. സോ ഐ ഹാഡ് ദിസ് അണ്ടർസ്റ്റാൻഡിങ് വെരി ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് മാറി. അങ്ങനെ അപ്പോൾ ഞാൻ വെയ്റ്റ് ലോസ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു മെഡിക്കൽ കണ്ടീഷൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്കുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഫോക്കസ് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇൻ ദ ലാസ്റ്റ് 10 years, ഒബ്വിയസ്ലി വെറുതെ ഇതിനെപ്പറ്റി പറയാൻ പറ്റില്ല. ഇപ്പോൾ തൈറോയിഡിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഹാവ് തറോ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നോളജ്. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാൾ തൈറോയിഡിനെ പറ്റി പറയാൻ പറ്റില്ല. ദാറ്റ്സ് വൈ യു ആർ ലേണിംഗ് ആൻഡ് പ്രോപ്പർ സർട്ടിഫിക്കേഷൻസ്. അങ്ങനെയാണ് ഞാനൊരു PG ന്യൂട്രീഷൻ ചെയ്യുന്നതും. പിന്നെ അതിന് ലൈഫ് സ്റ്റൈലിലേക്ക് കടന്നപ്പോൾ മനസ്സിലായി, ജസ്റ്റ് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ, എക്സസൈസ് എങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പറഞ്ഞുകൊണ്ട് മാത്രം പോരാ. എസ്പെഷ്യലി കേരളത്തിൽ ഒരു ഡയബറ്റീസ് ക്യാപിറ്റലാണ് കേരളം. ഡയബറ്റീസ് ക്യാപിറ്റലാണ് ഇന്ത്യ, ലോകത്തിൻ്റെ തന്നെ. അതിൽ തന്നെ ഡയബറ്റീസ് പ്രിവലൻസ് ഏറ്റവും കൂടുതൽ, ഡബിൾ ദ നാഷണൽ ആവറേജ് ഉള്ളൊരു സ്ഥലമാണ് കേരളം. ഒരു 100% സാക്ഷരത കൈവരിച്ച നമ്മൾ മലയാളികൾക്ക് ഡയബറ്റിക് ആയ ഒരാൾക്ക് എന്ത് ചെയ്തുകൂടാ, എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ട് വേണം അവർക്കറിയാം. ദേ ഓൾറെഡി നോ. പച്ചക്കറി കഴിക്കണം, മധുരം കുറയ്ക്കണം, എക്സസൈസ് ചെയ്യണം, നമ്മൾ പറയാണ്ട് അവർക്കറിയാം. അപ്പോൾ അവരുടെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് നോളജ് മാത്രമല്ല. അവരുടെ ഇഷ്യൂ ഇതിനെ പ്രായോഗികപരമായി സസ്റ്റൈനബിൾ ആയിട്ട് ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക, പച്ചക്കറി കഴിക്കൂ, ഫൈബർ റിച്ച് ഫുഡ് കഴിക്കൂ, ഗ്ലൈസീമിക് ഇൻഡെക്സ് മാനേജ് ചെയ്യൂ, ഇതൊക്കെ അവർക്കറിയാം, റൈറ്റ്? അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇസ് വാട്ട് കെയിം ഇൻ ഇനീഷ്യലി. അങ്ങനെയാണ് അതിൽ നിന്ന് മാറി ഒരു മൊബൈൽ ആപ്പ് എന്നുള്ള രീതിയിലേക്ക് മാറി, മെഡിക്കൽ ഫിറ്റ്നസ് എന്നുള്ള ഫീൽഡിലേക്ക് മാറി ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. സാറിനോട് ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കണമെന്നുണ്ടായിരുന്നു. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ ബ്യൂട്ടി and wellness? Thank you. That comes across extremely flattery. Thank you for asking this. ഞാൻ എൻ്റെ നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യം, ഒരു 30 വയസ്സാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കും എക്സസൈസ് ഇസ് ഗുഡ് ഫോർ ഫിസിക്കൽ ഹെൽത്ത് എന്നുള്ളത്. ഞാനിപ്പോൾ ഒരു 30 വയസ്സുകാരിയാണ്.
ആണ്. ഓക്കെ, ഞാൻ 40 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്. ഓക്കെ, ആൻഡ് ഞാൻ 40 വയസ്സ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പീപ്പിൾ ലൈക്ക് നിങ്ങൾ 40 വയസ്സ് തോന്നുന്നില്ലോ എന്ന് പറയാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ 42 വയസ്സായെന്ന് പറയാറുമുണ്ട്. Now after 40, when I reached 40, I realized that exercise is important not just for physical health, it's also important for mental health. 40 വയസ്സാകുമ്പോൾ അത് മനസ്സിലാവും, റൈറ്റ്? അപ്പോൾ അത്യാവശ്യം രീതിയിൽ നമ്മളൊരു എക്സാമിന് പഠിക്കുമ്പോൾ ഒരു സിലബസ് പഠിക്കും അല്ലേ, യൂണിവേഴ്സിറ്റി സിലബസ്. ആ സിലബസിൽ നിന്ന് 99% ക്വസ്റ്റ്യൻസും വരും, ബാക്കി 1% ഔട്ട് ഓഫ് സിലബസ് വരുള്ളൂ അല്ലേ. സിലബസ് ഓഫ് ബിക്കമിങ് ഹെൽത്തി 99% ക്വസ്റ്റ്യൻസ് കംസ് ഫ്രം 3 chapters: eat right, be physically active, sleep well and manage stress. ബാക്കി 1% ജീരകവെള്ളം കുടിക്കണോ, ചുക്കുവെള്ളം കുടിക്കണോ, തണുപ്പാക്കി കുടിക്കണോ, ആറ്റി കുടിക്കണോ. ഇതൊന്നും മോശമാണെന്നല്ല ഞാൻ പറയണത്, അതിന് ഗുണമുണ്ട്. രാവിലെ തേൻ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ 8 മണിക്കൂർ ഉറങ്ങാതെ സിഗരറ്റും വലിച്ച് ആൽക്കഹോളും കഴിച്ച് കുഴിമന്തിയും കഴിച്ചിട്ട് രാവിലെ തേൻ കഴിച്ചുകൊണ്ട് യാതൊരു ഗുണവുമില്ല, റൈറ്റ്? PYRTCയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇന്ത്യയുടെ യോഗ തെറാപ്പിയുടെ ഭാവിയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് ഈ രംഗത്ത് പുതുതായി കടന്നു വരുന്ന സർട്ടിഫൈഡ് പ്രൊഫഷണലുകൾക്ക് എന്തു തരത്തിലുള്ള അവസരങ്ങളാണ് ഉണ്ടാവുക? PYRTC എന്ന് പറഞ്ഞാൽ പതഞ്ജലി യോഗ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് 90s സ്റ്റാർട്ട് ചെയ്തൊരു മൂവ്മെൻ്റ് ആണ്. ഇപ്പം പതഞ്ജലി എന്ന് കേട്ടാൽ നമുക്കറിയുന്നത് ബാബാ രാംദേവിൻ്റെ പതഞ്ജലിയാണ്. അതിനു മുമ്പേ വിഷണറി ആയിട്ടുള്ള P. പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു ആളാണ് അതിൻ്റെ ഐഡിയ പ്രൊഫൗണ്ട് ചെയ്തത്. ഇത് ലക്ഷ്മി കുമാരി എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ ലക്ഷ്മി കുമാരി, വിവേകാനന്ദ കേന്ദ്രയിലുള്ള ലക്ഷ്മി കുമാരി ദീദി, അവരാണ് അതിൻ്റെ ആദ്യകാലത്തെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. യോഗയുടെ പ്രൊഫഷണൽ പോസിബിലിറ്റി ചോദിച്ചാൽ ഐ വിൽ ടെൽ യു എ സ്റ്റോറി. ക്രിസ് വർമ്മ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഒരു ലാപ്ടോപ്പ് തുറന്ന് വളരെ സ്മാർട്ടായിട്ട് ഡ്രസ്സ് ചെയ്തൊരു യങ് ചാപ്പ്, അദ്ദേഹം എന്നെ ഫോൺ ചെയ്തു. ഇത് നടക്കുന്നത് 2010 വിളിച്ചിട്ട് പറഞ്ഞു 2 മാസത്തിനപ്പുറം മൂഴിക്കുളം ശാല എന്ന് പറഞ്ഞിട്ട് ഈ ദേശത്തിനപ്പുറം സ്ഥലമുണ്ട്, അവിടെ ഞാനൊരു യോഗ ക്യാമ്പ് നടത്തുന്നുണ്ട്, അവിടെ എനിക്ക് ആയുർവേദത്തിൻ്റെ കുറച്ച് ഫെസിലിറ്റീസ് വേണം, നമുക്കൊന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പം റൂമിൽ ടീഷർട്ടൊക്കെ ഇട്ട് വളരെ കൂളായിട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് ഞാനൊരു യോഗ പ്രോഗ്രാം നടത്തുന്നുണ്ട്, അതിൽ ആയുർവേദം സഹായിക്കണം എന്ന് പറഞ്ഞു. നെക്സ്റ്റ് അല്ല 2 മാസം കഴിഞ്ഞിട്ട്, അങ്ങനെ 2 മാസം കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഇയാളെ കാണാനില്ല, കാരണം അപ്പോഴേക്ക് ഇയാൾ താടിയൊക്കെ വളർത്തിയിരിക്കുന്നു. ആ 2 മാസം കൊണ്ട് ഷേവ് ചെയ്യാതെ ഒരു വേറെ ലുക്കായി. ഹി ഹാസ് ബിക്കം എ സ്വാമി. അപ്പോഴേക്കും ഒരു 30ഓളം ഫോറിനേഴ്സ് വന്നിട്ടുണ്ട് യോഗ 200 hours 500 hours യോഗ പ്രോഗ്രാമിന്. എന്തോ ആണത്. ഒരാൾ അന്ന് കൊടുക്കുന്നത് $1500, യൂറോ അല്ലാന്ന് തോന്നുന്നു. 30 പേരുണ്ടായിരുന്നു ആ ബാച്ചിൽ. വേറെ 3-4 യോഗ ടീച്ചേഴ്സും കൂടി പുള്ളി ആ സമയത്തേക്ക് റോപ്പിൻ ചെയ്തു. 1 മാസത്തെ പ്രോഗ്രാം. 8 ബാച്ച് അതുപോലത്തെ ഒരു വർഷം ആൾ റൺ ചെയ്യും. നിങ്ങൾക്ക് കാൽക്കുലേഷനിലേക്ക് കൂട്ടിക്കോളൂ എമൗണ്ടിൻ്റെ സാധ്യത. 30 പേര് $1500 വെച്ചിട്ട് 8 ബാച്ച്. അങ്ങനെ ഒരു 3 വർഷം നടത്തി കഴിഞ്ഞപ്പോൾ ഒരു 15 ഏക്കർ സ്ഥലം പുള്ളി ഈ കർണാടക ഒരു പുഴയുടെ തീരത്തെടുത്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ആശ്രമം പണിത് ഇപ്പം അവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ യോഗയുടെ സാധ്യതയ്ക്ക് പുള്ളിയുടെ ഉണ്ടായിരുന്ന ഇൻഫ്രാസ്ട്രക്ചറാണ് നിങ്ങൾ കാണേണ്ടത്. ഒരു ലാപ്ടോപ്പ്, പിന്നെ നോളജ് എന്ന് പറയുന്നത് ഈ യോഗയുടെ നോളജ് മാത്രമല്ല, ടെക്നിക്കലും ഹി വാസ് വെൽ പ്ലേസ്ഡ്. ലാംഗ്വേജും ഉണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഹി കുഡ് കൺവിൻസ് പീപ്പിൾ. അപ്പോൾ ആളുകൾ ബാക്ക് ടു ബാക്ക് അതിലേക്ക് വരുന്നു. അപ്പോൾ ഒരു ക്രോഡ്സിലായിരുന്നു ആ മനുഷ്യൻ്റെ ഒരു വർഷത്തെ റവന്യൂ. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാ ബേസ് ഉണ്ട്, കുറേ യോഗ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുടെ സ്പേസിലേക്ക് മെസ്സേജ് അയക്കാൻ. അതാണ് ഇതിൻ്റെ പോസിബിലിറ്റി. അപ്പോൾ പോസിബിലിറ്റി ചോദിക്കുമ്പോൾ പറയാം. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാം, വലിയ രീതിയിൽ ചെയ്യാം. അതിൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയാം. സർ പറഞ്ഞു വരുന്നത് ഒരു ലാപ്ടോപ്പും നോളജും പിന്നെ ഇത് ചെയ്യാനുള്ള ഒരു കഴിവും കൂടി ഉണ്ടെങ്കിൽ നമ്മൾക്ക് സക്സസ് ആവാം. അതൊരു മോഡല്. ഞാൻ പറഞ്ഞത് ഒരു സാധ്യതയാണ് പറഞ്ഞത്. അപ്പം ഇനിയിപ്പോൾ എല്ലാവരും ഒരു ലാപ്ടോപ്പ് എടുത്ത് വെച്ചിട്ട് അങ്ങനെയല്ലല്ലോ. ഞാൻ പറയാം ആ റേഞ്ചിൽ ഇതിൻ്റെ പോസിബിലിറ്റീസ് ഉണ്ട് എന്ന് പറയാം. എന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നുള്ളതല്ല. കാരണം അതിൻ്റെ അകത്ത് അദ്ദേഹം കൊടുക്കുന്ന ഒരു എഫർട്ടുണ്ട്. ഒരാളിങ്ങനെ നിന്ന് ആ ഒരു 1 month മുഴുവൻ ചെയ്യുന്നതിൻ്റെ ഒരു ഭാരം നമ്മൾ കാണണം. അപ്പം നമ്മൾ പറയുമ്പോൾ സംഭവം പൈസ വെറുതെ ഉണ്ടാക്കി ആൾക്കാരെ പറ്റിച്ചു എന്നാണ് നമ്മൾ ധരിക്കുക. അങ്ങനെയല്ല. അയാൾ ത്രൂ ഔട്ട് ഒരു തിയേറ്ററിക് പൊസിഷനിലാണ് നിൽക്കുക. എനിക്ക് അയാളെ അറിയാം 2 മാസം മുമ്പ്. ആ ആളല്ല ഈ ക്യാമ്പ് നടക്കുന്ന സമയത്ത്
രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അയാളൊരു ഒരു ഒരു ഓറ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ത്രൂ ഔട്ട്. സ്റ്റുഡൻസിൻ്റെ മുകളിലൊരു ഗുരുവിൻ്റെ റോൾ എടുക്കാൻ പാകത്തിന് അയാൾക്ക് അതിൻ്റെതായിട്ടുള്ള വൈസസും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വിത്തിൻ ദ പ്രോഗ്രാം അയാൾ പെർഫെക്റ്റ് ഗുരുവാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനും കൂടി ഉണ്ട് അതിൻ്റെ അകത്ത്. ഈ മെറ്റീരിയൽ സാധനങ്ങൾ മാത്രമല്ല എന്ന് പറയാം, ആ ഇൻഡിവിജ്വൽ ഒരു സെൽഫ് ആപ്ലിക്കേഷൻ അതിൻ്റെ പോസിബിലിറ്റി ഇതുവരെ ഉണ്ട്. ഇതിലും വലിയ റിച്ചസ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം സൗരവ് ബാത്രയുടെ ഒരു ചലഞ്ച് നടക്കുക. അതിൻ്റെ തമാശ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരയക്കുന്ന യോഗയുടെ പോസ്റ്ററിൻ്റെ പേരൊക്കെ വേറെയാണ്. അതിലിട്ടിരിക്കുന്ന പോസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ചിരി വരും, യോഗയേ അല്ല. പക്ഷേ ദ വേ ഹി ഹാസ് പ്ലേസ് ദ ഹോൾ തിങ്, എത്രയോ ലക്ഷം പേരാണ് ഇപ്പം ചലഞ്ചിൽ അല്ല ഇപ്പം നടക്കുന്നില്ലേ, കണ്ടിരുന്നോ? ആ അങ്ങനെയും ചെയ്യാം. യോഗ TTC കോഴ്സ് പരിശീലിപ്പിക്കാൻ എന്തുകൊണ്ടാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തത്? ശരിക്കും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു സെൻറ്ററായിട്ടാണ്, ഡയറക്റ്റ് ക്ലാസ്സുകൾ കൊടുത്തിട്ടാണ് കോമ്പറ്റീറ്റീവ് ക്രാക്കർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം നമുക്ക് കിട്ടുന്ന കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് കാക്കനാട് പ്രദേശത്തേക്ക് മാത്രമായിരുന്നു നമ്മുടെ ഒരു സ്റ്റുഡൻസ് എത്തുക. പക്ഷേ ഇപ്പോൾ നമ്മളിത് ഓൺലൈനിലേക്ക് എത്തിയപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ പറയുണ്ടായി, എൻ്റെ അമ്മയ്ക്കൊരു 68 വയസ്സെത്തി. അപ്പോൾ 68 വയസ്സെത്തിയ അമ്മയ്ക്ക് യോഗ, നമ്മുടെ നാട്ടിൽ യോഗ എത്തുന്നു, അപ്പോൾ യോഗയ്ക്ക് പോകണം. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ്? അതായത് ഇപ്പോഴാണ് അമ്മ ട്രാവൽ ചെയ്ത് തുടങ്ങിയത്. ട്രാവൽ ചെയ്ത് തുടങ്ങിയപ്പം അടുത്തത് ഇപ്പോൾ ട്രെക്കിംഗ് ഒക്കെ കണ്ട് ചെമ്പ്ര പീക്കൊക്കെ പോയി, അത്യാവശ്യം ട്രെക്കിങ്ങിനൊക്കെ പോയി കഴിഞ്ഞപ്പം അമ്മയ്ക്ക് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്. വളരെ വെളിയിരിക്കുക, എന്നിട്ടും ആക്റ്റീവ് ആവണം. അച്ഛൻ റിട്ടയർഡ് ആവുന്നവരെ എവിടെയും പോകാതിരുന്ന ആൾ ഇപ്പം ഫുള്ള് കറക്കാണ്. ആ ഒരു ഭാഗമായിട്ട് അമ്മ പറയുന്നു, എനിക്ക് കുറച്ചും കൂടെ ഇവിടെ ജിമ്മൊന്നും, എൻ്റെ നാട്ടിൽ ജിമ്മൊന്നുമില്ല, പക്ഷേ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസിലേക്ക് യോഗ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തപ്പെടാനായിട്ട് ആഗ്രഹമുണ്ട്. ഇപ്പം അതുകൊണ്ടാണ് ട്രാവലിൻ്റെ ഭാഗമായിട്ട് എക്സസൈസ് കണ്ടിന്യൂസ് ചെയ്യുന്നു, നടക്കുന്നു, യോഗയ്ക്ക് പോകുന്നു. ഈ പറഞ്ഞു വരുന്നത് പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു കുട്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകൾ തന്നെയാണ്. ഈ ഇരിക്കുന്ന പലരും എനിക്കറിയാം, ഒരു സെൻറ്ററിൽ പോയി പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കാനോ പറ്റുന്നവരല്ല ഇവരാണ്. അപ്പം ഓൺലൈനിലേക്ക് ഏറ്റവും നല്ല ക്ലാസ്സുകൾ എത്തിക്കുക. നിങ്ങൾക്ക് കിട്ടിയ ക്ലാസ് അങ്ങനെ തന്നെയല്ലേ? നല്ല അധ്യാപകരുണ്ടായിരുന്നു നിങ്ങളോടൊപ്പം, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, അതും നമ്മൾ ഷൂട്ട് ചെയ്തപ്പോഴും ഒക്കെ യോഗ ക്ലാസ് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു. പുറത്ത് ഔട്ട്ഡോർ എടുത്ത്, അതായത് ശ്വാസം പോലും കൃത്യമായി ക്രമീകരിച്ച് തന്നെ അവർ അതിനൊക്കെ നല്ല കൃത്യമായി 2-3 ആംഗിളിൽ തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്ത് തന്നെയാണ് നമ്മൾ ക്ലയൻറ്റിലേക്ക് മൊബൈൽ ആപ്പിൽ കൂടെ എത്തിച്ചത്. അത്രയും എഫേർട്ട് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷത്തോളം ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ പുറകിലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് സക്സസ്ഫുൾ ആയിട്ട് ഇപ്പം നമ്മൾ നടക്കുന്നത് 3 months 6 months കോഴ്സുകൾ, 1 year കോഴ്സുകൾ അങ്ങനെയാണ് നടത്തുന്നത്. ഈ ഒരു ബാച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സാണ് എല്ലാം തന്നെ. ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലേഡീസ് ആണ് കൂടുതൽ. അതെ, ഇത് ഇവർ പലരും ചെയ്യുന്നത് എന്താണ്, ഇതൊരു പ്രൊഫഷനായിട്ട് കാണുന്നുണ്ട്. പിന്നീട് അവർക്ക് വേണ്ടിയും കൃത്യമായി ഇത് പഠിക്കുക എന്ന ഉദ്ദേശത്തോടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് ഓൺലൈൻ തിരഞ്ഞെടുക്കുന്നത്. കാരണം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങൾ എവിടെ നോക്കിയാണ് വരുന്നതെന്ന്. ഇപ്പൊ ട്രിവാൻഡ്രം ടു മലപ്പുറം വരെയുള്ള ആൾക്കാരാണ്, ഓവർസീസുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ കൂടുതൽ സ്റ്റുഡൻസും പുറത്തുള്ളവരുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് പേരുണ്ട്. ഇന്ന് അവർക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യയിൽ യോഗയും വെൽനസ്സും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കടന്നു വരുന്ന സംരംഭകർക്ക് തങ്ങളുടെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെയൊക്കെ സഹായകമാകും? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ പാസ് ഔട്ടായി പോയ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. നിങ്ങൾക്ക് ഇനി ഒത്തിരി കാര്യങ്ങളിലേക്കൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഇത് ഡിജിറ്റലി, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെ ഡിജിറ്റലി നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിജിറ്റലി എങ്ങനെ വളരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കുറേ നാളുകൾക്ക് മുന്നേ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുന്നതൊക്കെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മൾ അമ്മയോടോ അച്ഛനോടോ അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏക ഡിവൈസ് എന്ന് പറയുന്നത് വാട്സപ്പ് ആയിരിക്കും. മൊബൈലിൽ വാട്സപ്പ് ആയിരിക്കും. അവിടെ എന്ത് നടന്നു, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയുണ്ട്, അവിടെ എന്തൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എൻഡ് ചെയ്യുമ്പോഴും ഈ പറയുന്ന 11 മണി 10 മണിക്ക് നമ്മൾ കിടക്കുമ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഏക സാധനം എന്ന് പറയുന്നത് ഈ വാട്സപ്പ് തന്നെയാണ്. അപ്പം അത്രത്തോളം നമ്മളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പം ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ ഡെയിലി നമുക്ക് ഇതിൻ്റെ ലേൺ ഫേസ് എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു എന്താ പറയുക, നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം.
അപ്പോൾ അത് കൃത്യമായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വാട്സപ്പിലേക്കാണ് എല്ലാ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ വാട്സപ്പിൻ്റെ പ്രൈവസി അല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഈ പറയുന്ന പോലെ പ്രൈവസി മാറ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഈ മറ്റുള്ള മീഡിയയിലേക്ക് നിങ്ങൾ കാണുന്ന പോലെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം കാണുന്ന പോലെ അഡ്വർടൈസ്മെൻ്റ് ഒന്നും വരുന്നില്ലായിരുന്നു. നിങ്ങൾ അവിടെ കാണുമ്പോൾ മാത്രമേ അഡ്വർടൈസ്മെൻറ്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. ഇപ്പോൾ കാലഘട്ടം കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായിട്ടും വാട്സപ്പിലൂടെ തന്നെ പരസ്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു, ഇതെല്ലാം സ്കെയിലപ്പ് ചെയ്തു. അപ്പോൾ ദാറ്റ് മീൻസ് നമ്മൾ കുറേ കൂടിയൊക്കെ എന്തൊക്കെയോ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ തന്നെ യൂട്ടിലൈസ് ചെയ്താൽ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിലോ പോയി വർക്ക് ചെയ്യേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിൽ പോയിട്ട് 9 to 5 വർക്ക് ചെയ്യേണ്ട എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് കാലഘട്ടം മാറി. ഇപ്പോൾ നിങ്ങൾ യോഗയുടെ ട്രെയിനറായി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ട്രെയിനറായി നിങ്ങൾ കുറച്ച് ആൾക്കാരിലേക്ക് ഇത് എത്തണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെയാണ്. അതിനകത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം പോലെയുള്ള ചാനൽസ് ആണ്. അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് ചിലപ്പോൾ മേ ബി നമ്മൾ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ, അല്ലെങ്കിൽ അത് നാളെ എങ്ങനെ ഇംപ്ലിമെൻ്റ് ആവും, എങ്ങനെ ഇംപ്ലിമെൻ്റ് ആയി കഴിഞ്ഞാൽ മുന്നോട്ട് പോകും എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ നമ്മൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സോഴ്സുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ വാട്സപ്പിലായിക്കോട്ടെ നമുക്ക് ചെറിയൊരു പോസ്റ്ററോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും പറഞ്ഞ് ചെറിയൊരു പോസ്റ്റർ ഷെയറിങ്ങോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ട്രെയിനറാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ ഞാൻ യോഗ പഠിച്ച ഒരാളാണ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന പോലെയുള്ള എല്ലാ മേഖലകളിലും അഡ്വർടൈസ്മെൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു മൗത്ത് കമ്മ്യൂണിക്കേഷൻ്റെ അപ്പുറത്തേക്ക് നമ്മൾക്ക് ഫോണിലോ അല്ലാന്നുണ്ടെങ്കിൽ ഈ മീഡിയയിലൂടെ മാത്രം വളരാൻ പറ്റുന്ന സാഹചര്യം. അതിന് പേ ഓഫും തരുന്നുണ്ട് കൃത്യമായിട്ടും. ഈ പറയുന്ന കമ്പനികളെല്ലാം നമുക്ക് കൃത്യമായിട്ടുള്ള വരുമാനങ്ങൾ, ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മളുടെ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ പോകുന്ന ഒരു 25% മാർക്കറ്റ് ഷെയർ പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഹെൽത്താണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ് വരുന്നത് ജിമ്മിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ യോഗേനെ ബേസ് ചെയ്തിട്ടാണ്. എന്തുകൊണ്ടത് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2020 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, കൊറോണ അത്രത്തോളം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾക്കാർ അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറച്ചുകൂടി നോക്കാൻ തുടങ്ങി, ശ്രദ്ധിക്കാൻ തുടങ്ങി. അത്തരത്തിൽ വരുമ്പോൾ ഇവർ പലപ്പോഴും ഒരു ഫിസിക്കലി പോയി മീറ്റ് ചെയ്യാനായിട്ട് പലപ്പോഴും സാധിക്കില്ല. ഇപ്പം എൻ്റെ വീട് വൈക്കത്താണെങ്കിൽ പോലും എൻ്റെ അടുത്തൊരു ജിമ്മില്ല അല്ലെങ്കിൽ അടുത്തൊരു ട്രെയിനിങ് സെറ്റപ്പ് ഇല്ല. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പം അത്രത്തോളം മാർക്കറ്റ് ഷെയർ നമ്മുടെ നാട്ടിലുണ്ട്. അത് നിങ്ങൾക്ക് കൃത്യമായി യൂട്ടിലൈസ് ചെയ്താൽ നെക്സ്റ്റ് ഒരു 1 and അല്ലെങ്കിൽ 2 years കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡന്റിറ്റി അതിൻ്റെ ബ്രാൻഡിങ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പം TTC കോഴ്സ് കഴിഞ്ഞു, ഇനി ഭാവിയിൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്നൊരു ആശയക്കുഴപ്പത്തിലാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിരിക്കുന്നത്. ആണോ? അതെ അല്ലേ? ഇനി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് അറിയേണ്ടത് അല്ലേ? നമുക്ക് സാറിനോട് ചോദിക്കാം, ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? സാധ്യത സാമ്പത്തികമായിട്ടുള്ള സാധ്യതയുണ്ട്, പിന്നെ വ്യക്തി എന്ന നിലയ്ക്ക് നമ്മുടെ ഒരു ഗ്രോത്തിൻ്റെ സാധ്യതയുണ്ട്, നമ്മുടെ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു സൗരഭ്യം അതിൻ്റെ സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യതകൾ ധാരാളം ഉണ്ട്. യോഗ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ധൈര്യം നമുക്ക് എടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എക്സ്പെർട്സിനെ അന്വേഷിക്കും. ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു ഡൗട്ട് വരാൻ പാകത്തിന് ധാരാളം നോളജ് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ വരുമ്പം, ഇന്നലെ വരെ നമ്മളോട് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മുദ്രകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അത് സിലബസിലുണ്ടോ എന്നറിയില്ല. ഒരാളും ഇതാണ് ആകാശമുദ്ര എന്ന് പറയും, വേറൊരെണ്ണം നോക്കുമ്പോൾ വേറെ സാധനമാണ് ആകാശമുദ്ര. അപ്പം നോളജ് ധാരാളം വന്നപ്പോൾ സംഭവിച്ചത് ഇറ്റ്സ് നോ നോളജ് എന്നുള്ള അവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ പോയിരിക്കണം. ഒന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ സ്റ്റക്കായിരിക്കണം. അപ്പം ഇപ്പം സൂര്യ നമസ്കാരം കുറേ വേരിയേഷൻസ് പറയും. അപ്പം ഓരോരുത്തരും ഫനാറ്റിക്കലി എൻ്റെ മെത്തേഡാണ് ശരി എന്ന് പറഞ്ഞിട്ട് പിടിവാശി കാണിക്കും. നമ്മൾ പഠിച്ചതല്ലേ ഇനി ശരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൗട്ടിലേക്ക് പോകും. അങ്ങനെ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ പഠിച്ചതാണ് ശരി. ഈ ഒരു കോൺഫിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വരുന്നവരും പോകുന്നവരൊക്കെ പറ്റിക്കും. പണ്ട് മറ്റേ കഴുതയും കൊണ്ട് അച്ഛനും മോനും പോയ പോലത്തെ അവസ്ഥ വരും. അതുകൊണ്ട് ഏറ്റവും പ്രധാനം നിങ്ങളിപ്പോൾ എന്തോ പഠിച്ചത് അതാണ് ശരി, അതിൻ്റെ മുകളിലേക്ക് ആഡ് ഓണേ വരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇതിങ്ങനെ അഴിച്ചു പടുന്നോണ്ടിരിക്കേണ്ടി വരും. ഇതിലെന്താണ് ആകെ നോക്കേണ്ടത്, വാട്ട് ടു ലുക്ക് ഫോർ, ശരിയാണോ എന്ന് അറിയാവേണ്ട 4 കാര്യങ്ങളേ ഉള്ളൂ ഏത് യോഗിക്കും. അതിൻ്റെ അകത്തൊരു പൊസിഷനുണ്ട്, അതിൻ്റെ അകത്തൊരു ബ്രീത്തിങ് ഉണ്ട്, അതിൻ്റെ അകത്തൊരു മൈൻഡ് ഉണ്ട്, ഒരു ഐയുടെ പൊസിഷനുണ്ട്. ഐദർ ഇറ്റ് വിൽ ബി ക്ലോസ്ഡ് ഓർ ഓപ്പൺ. എവിടെയാണ് ദൃഷ്ടി നിൽക്കേണ്ടത്, ശ്വാസം എന്താണ്, ഈ നിയമങ്ങൾ മാത്രമേ അറിയണ്ടൂ. ബാക്കി എല്ലാം യോഗയാണ്. എവറി ആക്ഷൻ ഇസ് എ യോഗ ഇഫ് യു ക്യാൻ അലൈൻ ഓൾ ദീസ് 4 തിങ്സ്. ഈ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. അപ്പം ഒരാളെ നമ്മൾ ചെയ്യിക്കുന്ന നേരത്ത് അയാൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു വേരിയേഷൻ ഉണ്ട്. ആ വേരിയേഷൻ എടുക്കാനുള്ള
റൈറ്റ് നിങ്ങൾക്കുണ്ട്. പ്രൊവൈഡഡ് ഒന്ന് യോഗ വളരെ പതുക്കെ മൂവ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ ഒരു കേടൊന്നും വരാനില്ല. പിന്നെ ഒത്തിരി നമ്മൾ പിടിച്ചിട്ടിങ്ങനെ വളച്ച് തിരിച്ചൊന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പം കംഫർട്ടബിളി ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം നമുക്ക് ചെയ്യാം. അതിനപ്പുറത്തേക്ക് കോമ്പറ്റീറ്റീവായിട്ട് തൊട്ടപ്പുറത്തെ ആളുടെ ഫ്ലെക്സിബിലിറ്റി കണ്ടിട്ട് വേറെ ആൾ കോമ്പറ്റീറ്റീവായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഇഞ്ചുറിയിലേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഫിയർലെസ് ആയിട്ട് മൈൻഡ്ഫുള്ളായിട്ട് നിങ്ങളെ പഠിച്ചതിനെ വിശ്വസിച്ചിട്ട് വേറെ ഇനി എന്തെന്ന് കേട്ടാലും കൺഫ്യൂസ്ഡ് ആവാതെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ യാത്രയിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. അല്ലെങ്കിൽ ഈ നോളജിൻ്റെ ബഹളം കാരണം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകും, ഇത് ചെയ്യാൻ പറ്റുമോ ഇത് ചെയ്യാൻ പറ്റുമെന്നൊന്നും. അങ്ങനെയല്ല, ഇന്ന് മുതൽ യു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ് എന്ന് പറഞ്ഞ് തന്നെ ചെയ്യണം. മിസ്റ്റേക്സ് വരും, പക്ഷെ വലിയ മിസ്റ്റേക്ക് ഒന്നും വരാനില്ല. അതുകൊണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ് തിങ്സ്. അതാണ് എനിക്ക് പറയാനുള്ളത്.